ഇത്രയൊരു പ്ലേ കഴിഞ്ഞിട്ട് ബാക്കിയാണ് നമുക്കത് ആ ചാനലിലേക്കുണ്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്. നമ്മളുടെ ബൈക്കുകളിലെല്ലാം തന്നെ ബേക്കിലെ റിയർ വീലിലെ ആ ഡ്രൈവിൽ വരുന്നത് ഇതുപോലൊരു കുഷ് റബ്ബറാണ്. അപ്പോൾ ഈ കുഷ് റബ്ബറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് റിയർ വീലിൽ നിന്ന് ട്രാൻസ്മിഷൻ ചെയിൻ വഴി ഡ്രൈവിലേക്ക് എത്തിയിട്ട് നമ്മളുടെ ഈ ഒരു സ്പോക്കറ്റിൻ്റെ ഹബ്ബ് എന്ന് വെച്ചാൽ ബേക്കിലെ സ്പോക്കറ്റ് വഴി ഡ്രൈവ് എത്തി ഈ ഹബ്ബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ഹബ്ബ് വഴി നമ്മളുടെ അലോയ് വീലിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് ട്രാൻസ്മിഷൻ എത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹബ്ബിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു കുഷ് റബ്ബറാണ് നമ്മുടെ ഈ ഹബ്ബിനെ കംപ്ലൈൻറ്റ് വരുത്താണ്ട് നിൽക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഷ് റബ്ബർ ഇതുപോലെ തേയ്മാനം വരും, ഇതുപോലെ കട്ടിങ് വന്നിട്ട് ഈ രണ്ട് സൈഡും കൂടി അകത്തേക്ക് കയറി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഈ ഫുൾ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലേറ്റിന് ആ ഒരു പ്ലേറ്റ് വന്ന് തട്ടുകയും പിന്നെ ഈ 3 പ്ലേറ്റും നമുക്ക് കട്ടായി പോകും. ആ കട്ടായി പോകുന്ന സമയത്ത് പിന്നെ ഈ അലോയ് വീൽ അടക്കം നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിന് ജെന്യുവൻ സ്പെയറിന് തന്നെ വലിയ വിലയൊന്നുമില്ല, ആകെ ഒരു 100 സംതിങ് റേഞ്ചിലേ വില വരുന്നുള്ളൂ. 160 രൂപയാണ് നമുക്കിതിന് വരുന്ന വില. അപ്പോൾ ഇതൊക്കെ മാക്സിമം ജെന്യുവൻ സ്പെയർ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇത് നമ്മളൊരു വീൽ ബെയറിങ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് അയച്ചൊരു വണ്ടിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ എടുത്തൊരു വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഈ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു സിമ്പിളായിട്ട് ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കുഷ് റബ്ബറിൻ്റെ പ്ലേ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ വണ്ടിയുടെ റിയർ സ്പോക്കറ്റിൻ്റെ ഹബ്ബ് വരും. നമുക്കിതാ ഇത്രയും പ്ലേ വരുന്നതുണ്ടോ എന്നുവെച്ചാൽ വീല് അനങ്ങാതെ നമ്മളിത് മാത്രം നോക്കുന്ന സമയത്ത് ഇതാ ഇത്ര പ്ലേ ഇതിൽ വരും. ഇത് നമുക്ക് ഓൾറെഡി ഇതിൻ്റെ കുഷ് റബ്ബർ പോയതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ റബ്ബർ പൊട്ടിയിട്ട് നമ്മളെ സ്പോക്കറ്റിലേക്ക് ചെന്ന് അടിക്കാൻ തുടങ്ങും. നമുക്ക് ഈ കുഷ് റബ്ബർ എങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനീ കാണിച്ചിരുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ കാണുന്ന ആക്സിലുണ്ട്, ഇവിടുത്തെ 17-ൻ്റെ ബോൾട്ട് ഉണ്ട്, ഇതൊന്ന് ഊരിയെടുക്കണം. അതിനുശേഷം നേരെ താഴ്ഭാഗത്തായ സ്റ്റെയറാഡിൻ്റെ ഈ ഒരു ബോൾട്ട് ഉണ്ട് 14-ൻ്റെ, ഇതൊന്ന് ഊരിയെടുക്കണം. പിന്നെ നമുക്ക് കൂട്ടത്തിൽ തന്നെ ബ്രേക്കിൻ്റെ ഈ ഒരു നെട്ട് ഉണ്ട്, ഈ ഒരു നെട്ട് ഇതൊന്ന് ഊരിയെടുക്കണം. ഇത് നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ അവസ്ഥയിലുള്ളത്. അത് ആരോ പണി അറിയാത്തവർ ബ്രേക്ക് ഊരിയിട്ട് എന്തോ ചെയ്തതാണ്, ഇതിട്ട് നേരെ തിരിച്ചാ. കാരണം ഇതൊക്കെ ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കിംഗ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വണ്ടി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്തം ആർക്കും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇത് സ്വയം അറിയാത്തവരാരും സ്വയം പറക്കെടുക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. എന്തായാലും ഇതിങ്ങനെയല്ല, നേരെ തിരിച്ചാണ് പറഞ്ഞത്, നല്ല പ്രോപ്പർ ബ്രേക്കിംഗ് കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു റോഡ് വരുന്നുണ്ട്. ആ റോഡിലേക്കാണ് ശരിക്കും നമുക്കിത് ഈ ഒരു പിന്ന് ലോക്കായി നിൽക്കുന്നത്. ഇതിങ്ങനെയാകുമ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് എന്താണ് ഇതിന് ഒരു ഇഷ്യൂ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കറക്റ്റ് കാണിച്ചത് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു പിന്നാണ് വരുന്നത്, ഈ ഒരു പിന്ന് ബ്രേക്കിലേക്ക്. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിൻ്റെ പ്രോപ്പറായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കട്ടിങ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്കത് ഇതിനകത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് തട്ടി നിൽക്കുക. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിങ്ങനെ ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്യാമിൻ്റെ ഇവിടെ ഓൾറെഡി ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ടോ, അതിലേക്ക് ഇത് നേരെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ബ്രേക്ക് പ്രഷറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പ് വികസിക്കുകയും ചെയ്യും. ഇതതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറി അങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഗ്യാപ്പ് കൂടും. ഈ പിന്നിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് കറക്റ്റാണ്, ഇതിന് കറക്റ്റായിരിക്കും ഉണ്ടാവുക. അത് കൂടി വരുമ്പോൾ എന്താ വെച്ചാൽ ഈ പിന്ന് ഇങ്ങനെ സൈഡിലേക്ക് തെന്നിയിട്ട് ചിലപ്പോൾ ബ്രേക്കിൻ്റെ ഈ റോഡ് തന്നെ ഊരി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഡാമേജ് ആവും, ഊരി വീഴും, പിന്നെ ബ്രേക്ക് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ ആക്സിഡൻറ്റിനൊക്കെ ഉള്ള വലിയൊരു കാര്യമാണത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അതാരെങ്കിലും ഈ വർക്കറിയാത്തവർ ഇട്ട് പോയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാനത് എല്ലാവർക്കും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിന് ശേഷം ഈ ആക്സിലൊന്ന് ലൂസാക്കിയിട്ട് ആക്സിലൊന്ന് ഇവിടുന്ന് വലിച്ചെടുക്കാം. വലിച്ചെടുത്താൽ തന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് ടയർ നേരെ എന്താവും, ടയർ ഡയറക്റ്റ് ഊരിയെടുക്കാം. ആക്സിൽ ഊരിയെടുത്തു. പിന്നെ അതിന് ശേഷം ഈ സെൻറ്ററിൽ വരുന്നൊരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് ഊരിയെടുത്തു. ഇനി നമുക്ക് വീല് നേരെ എന്താക്കിയാൽ മതി, നമ്മൾ വീല് അയച്ചെടുത്തു.
നമുക്കിത് നോക്കിയാൽ തന്നെ കാണാം. ഊരിയെടുത്തപ്പോൾ തന്നെ എന്താ പഴയ നമ്മളെ റബ്ബർ 2 ഓൾറെഡി ചാടി വന്നു. പിന്നെ അത് പുതിയ റബ്ബർ അല്ല, ഇതിനകത്തുള്ള റബ്ബറിൻ്റെ അവസ്ഥ ഇത്രയും പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നക്കാരൻ, ഞാൻ കാണിച്ചതാണല്ലോ മെയിൻ പ്രശ്നക്കാരൻ. അപ്പോൾ ഇതൊക്കെ ചെറിയ എമൗണ്ടേ ഉള്ളൂ, പക്ഷേ നമ്മളിത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഇതിന് വലിയ പ്രശ്നമാണ്. ഞാനിതൊന്ന് പുതിയ ഇട്ടിട്ട് കാണിച്ചു തരാം. നമ്മൾ പുതിയ റബ്ബർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതാ ഈ ഒരു ഹോൾ വരുന്നതിലേക്ക് നമ്മളുടെ ഇതിൻ്റെ ഈ ഒരു കട്ടിങ് ഇതിലേക്ക് ഇറങ്ങി നിൽക്കണം, മാത്രമേ ഉള്ളൂ. അത് കറക്റ്റായി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അതങ്ങോട്ട് ഇറങ്ങിപ്പോവും. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഇതിൻ്റെ ഈ ഒരു തലഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു പ്ലെയർ ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് വലിച്ചെടുത്താലും മതി. ഇല്ലെങ്കിൽ ഇവിടുന്ന് നൈസായിട്ട് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് കയറി വരും. ഇത് നമ്മൾ ഓൾറെഡി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്തായാലും ഫീൽ അയച്ചു. ബേക്കിലെ ഡ്രമ്മിൻ്റെ ഉള്ളിലൊക്കെ നല്ല പൊടിയാണ്, ഇതുണ്ടോ അയണ്ടറിൻ്റെ നല്ല പൊടിയുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം വൃത്തിയായി. നല്ല ഡസ്റ്റാണ്, ഇതുണ്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ ചെയ്തിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ അത് ബെറ്ററായി. ഞാൻ ഈ കാണിച്ചിരുന്ന ഈ വീഡിയോ ഇത് നമ്മുടെ 1000cc അല്ല 100cc വരുന്ന ബൈക്സിനാണ്. നമുക്കിതിൻ്റെ മുകളിലോട്ട് 220 അങ്ങനത്തെ ആ റേഞ്ചിലോട്ടുള്ള വരുന്ന വണ്ടിയൊക്കെ ഇതുപോലെയല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ഇവിടെ ഓൾറെഡി ഒരു ആഫാക്സിൽ വരുന്നുണ്ട്. ഈ ആഫാക്സിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ടയർ ഓടുന്ന സമയത്ത് ഇതിന് ചെയിൻ ഊരി കിട്ടില്ല. നമ്മളെ മറ്റേ CC കൂടിയ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സെൻറ്റർ ആക്സിൽ ഊരി എടുത്തതിന് ഈ ഒരു ആക്സിലും നമ്മൾ ഊരി എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയിനും ഇതിൻ്റെ ഈ സ്പോക്കറ്റും ഹബ്ബും എല്ലാം കൂടി ഒരുമിച്ച് പുറത്ത് ചാടി വരും. അത് കുറച്ച് പണിയാണ് തിരിച്ച് കയറ്റൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ചൊരു പണിയുണ്ട്. ഇതാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് മാറ്റി കയറ്റാം. ഈ 100cc വണ്ടിയൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിട്ടിട്ട് നേരെ തിരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും എൻ്റെ ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പം ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.